Hi friends, welcome back to my channel Malabar Ruchikkoot. ഇന്ന് നമ്മൾ ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. പപ്പായ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മീഡിയം സൈസിലുള്ള പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു പപ്പായ മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. പപ്പായ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ പപ്പായ മുങ്ങുന്ന അത്ര വെള്ളം എടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. പപ്പായ ഓവറായി കുക്കാവാൻ പാടില്ല. ഇപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടി തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ ഈ ഒരു കപ്പിൽ 1.5 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാര മെൽറ്റായി നല്ലൊരു തിക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല കേട്ടോ. പപ്പായ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇത് നമ്മൾ 3 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ബൗളിൽ ഗ്രീനും യെല്ലോയും റെഡും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറ് ചേർത്തതിന് ശേഷം 6 മണിക്കൂറെങ്കിലും നമ്മളിത് ഇങ്ങനെ വെക്കണം. അപ്പോഴുള്ളൂ നമ്മളെ പപ്പായയിലേക്ക് കളറൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. 6 മണിക്കൂറിന് ശേഷം നമ്മളിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 2-3 മണിക്കൂർ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു ദിവസം വെയിൽ കൊള്ളിക്കുക. വെയിൽ തട്ടിക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കടയിൽ പോയി വാങ്ങിക്കാതെ പപ്പായ വെച്ച് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഒരു പണിയില്ല ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.